ശരി, എന്തായാലും പിണറായി വിജയനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്നാണ് PV അൻവറിന്റെ പ്രതികരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുന്ന കാര്യം UDF നേതൃത്വം തീരുമാനിക്കും. UDF ആവശ്യപ്പെട്ടാൽ 140 മണ്ഡലങ്ങളിൽ എവിടെ മത്സരിക്കാൻ തയ്യാറാണെന്നാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതെ. വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് വർഗീയത പറയിപ്പിക്കുന്നത് പിണറായിയാണെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDFന്റെ ചരിത്ര വിജയത്തിൽ വെള്ളാപ്പള്ളിയോട് UDF നേതൃത്വം നന്ദി പറയണമെന്നും PV അൻവർ പറഞ്ഞു. കാത്തിരിപ്പിനൊടുവിൽ PV അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസിനെ ഇപ്പോൾ UDFിലേക്ക് എടുത്തിരിക്കുകയാണ്. UDFിൻ്റെ ഭാഗമായി അസോസിയേറ്റ് മെമ്പറായി ഇപ്പോൾ UDFിലുണ്ടാവും. ഏതായാലും ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരുപാട് ചർച്ചകളൊക്കെ നടന്നു. ഇപ്പോഴാണ് യാഥാർത്ഥ്യമായത്. എങ്ങനെയാണ്? സന്തോഷമുള്ള കാര്യമാണല്ലോ. സ്വാഭാവികമായിട്ടും നമ്മൾ ഉയർത്തിയ പിണറായിസ വിഷയം വളരെ ഗൗരവമായിട്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഇവിടെ ജനങ്ങൾ ചർച്ച ചെയ്തു. അത് വോട്ടായി. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒന്നുകൂടെ ശക്തമായിട്ട് പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടത്തിന് UDFിനോടൊപ്പം നിന്നുകൊണ്ട് അവരെ സഹായിക്കുക എന്ന രാഷ്ട്രീയ നിലപാടായിരിക്കും ഉണ്ടാവുക. പ്രധാനമായി UDFിൻ്റെ ഭാഗമാകാൻ ആരൊക്കെ ഏതൊക്കെ പ്രത്യേകിച്ച് എല്ലാവരും UDFിലെ എല്ലാ ഘടകകക്ഷികളും ലീഡേഴ്സും ഒക്കെ യുനാനിമസ് ആയിട്ട് എടുത്തൊരു തീരുമാനമല്ലേ. എല്ലാവരോടും നമുക്കതിൽ നന്ദിയും കടപ്പാടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട TMCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഗുമായാണ് ഏറ്റവും കൂടുതൽ അവിടെ സഹകരിക്കേണ്ടത്. അതെങ്ങനെയാണ് കാണുന്നത്? അല്ല, ലീഗുമായും UDFിൻ്റെ പാർട്ടി എന്ന നിലക്ക് ഈ മുസ്ലിം ലീഗ് ലീഡർഷിപ്പ് നമ്മൾ വരണം എന്ന രീതിയിലുള്ള നിലപാട് തുടക്കം മുതലേ ഉണ്ട്. അതുപോലെ തന്നെ പ്രവർത്തകരുമൊക്കെ, കോൺഗ്രസ് പ്രവർത്തകരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നമുക്കുണ്ടാവുമല്ലോ. ആ കമ്മിറ്റ്മെൻറ്റൊക്കെ ഉയർത്തി മലപ്പുറത്തെ 16 സീറ്റും മലബാറിലെ പരമാവധി സീറ്റും നേടിയെടുക്കത്തക്ക രീതിയിലുള്ള രാഷ്ട്രീയ മുന്നേറ്റം കേരളത്തിലൊട്ടാകെ ഉണ്ടാകും. അതിൽ മുൻപന്തിയിൽ മലബാറായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇല്ല, അത് 140 മണ്ഡലത്തിൽ മത്സരിക്കണോ വേണ്ടെന്നൊക്കെ UDF ലീഡർഷിപ്പല്ലേ പറയേണ്ടത്. അല്ല നമ്മളൊരു ക്യാമ്പയിനറായി നിന്നാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കും. അല്ല, മത്സരം ഇപ്പോൾ 140 മണ്ഡലങ്ങളിൽ എവിടെയാണോ UDF ലീഡർഷിപ്പ് അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞാൽ എവിടെ മത്സരിക്കാൻ ഞാൻ തയ്യാറാണ്. വെള്ളാപ്പള്ളിയുടെ ഈ പരാമർശമൊക്കെ UDFിൻ്റെ ഒരു പ്രചാരണം. അല്ല, വെള്ളാപ്പള്ളിക്ക് സത്യത്തിൽ നല്ലൊരു പൂമാല കൊണ്ട് കൊടുക്കണം UDF ലീഡേഴ്സ്. ഈ തെരഞ്ഞെടുപ്പിനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചതിൻ്റെ ആ സൗകര്യം കേരളത്തിലെ പൊതുസമൂഹത്തിന് ഉണ്ടാക്കി കൊടുത്തതിൻ്റെ പ്രധാന കാരണം അദ്ദേഹം തന്നെയാണ്. പിണറായിക്ക് നേരെ പറയാൻ കേരളത്തിലെ ജനങ്ങളോട് കഴിയാത്ത പച്ചവർഗീയത പിണറായിയെ അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം ഈ പറയുന്ന SNDP യോഗം ചെയർമാൻ എന്ന് പറയുന്ന വെള്ളാപ്പള്ളിയെ കൊണ്ട് പറയിച്ചതാണ്. അതൊരിക്കലും ഒരാളും അതൊരു വെള്ളാപ്പള്ളിയുടെ നാവായിട്ടോ വാക്കായിട്ടോ അത് കേരളത്തിലെ പൊതുസമൂഹം അത് കാണുന്നില്ല. അത് പിണറായിയുടെ വാക്കായിട്ടാണ് കണ്ടത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടായത്. മറ്റൊരു കാര്യം, ഇപ്പോൾ താങ്കൾ ഇതിനു മുമ്പ് UDFിൻ്റെ ഭാഗമാകുന്നുള്ള ചർച്ചകൾ വന്നപ്പോൾ ചില കോൺഗ്രസ് നേതാക്കളടക്കം അതിൽ അതൃപ്തിയൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മലപ്പുറത്ത് ഈ ആര്യാണി ഷൗക്കത്ത് അടക്കമുള്ള ആളുകളുണ്ട്. അവരുമായി ഇനി സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. അല്ല, തൃപ്തി അതൃപ്തി ഇപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് എന്തൊക്കെ എല്ലാം നമ്മൾ തൃപ്തരാണ് അല്ലല്ലോ. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ടൊരു സമൂഹത്തിൽ ഉണ്ടാവുന്നത്. അതിനൊക്കെ ആ രീതിയിൽ കണ്ടാൽ മതി. UDF ലീഡർഷിപ്പ് പറഞ്ഞാൽ എവിടെയും മത്സരിക്കും. അല്ലെങ്കിൽ ഒരു ക്യാമ്പയിനറായിട്ടോ ഒരു പ്രവർത്തകനായിട്ടോ UDFിൻ്റെ കൂടെ ഉണ്ടാവും. അല്ല, പിണറായിസത്തെ താഴെ ഇറക്കുക, കേരളത്തെ രക്ഷിക്കുക. കേരളത്തിനുണ്ടായിരുന്ന ഒരു പൊതുമുഖം എന്ന് പറയുന്നത് ഒരു മതേതര മുഖമാണ്. ആ മുഖം വികൃതമാക്കിയെന്ന് മാത്രമല്ല, ഈ സമൂഹത്തെ മനുഷ്യരെ തമ്മിലടിപ്പിക്കാനുള്ള പച്ചയായ നിലപാട് പിണറായി എന്ന് സ്വീകരിച്ചു തുടങ്ങിയോ അന്ന് തുടങ്ങി LDFിൻ്റെ അടിത്തറ ഇളകാൻ